ഹലോ, വെൽക്കം ടു SSC മലയാളി. SSCയുടെ CGL, CHSL, CPO, MTS, GD ഏത് എക്സാം നോക്കിയാലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ പൊളിറ്റി. അത് പഴയ പാറ്റേണിൽ TCS നടത്തിയ എക്സാം ആയാലും പുതിയ പാറ്റേൺ എഡിക്വിറ്റി പാറ്റേണിലുള്ള ചോദ്യങ്ങളിലായാലും ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഓരോ എക്സാമിനും കാണാൻ കഴിയും. അത് ഡയറക്റ്റ് ആയ ചോദ്യങ്ങളും വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് പാറ്റേണിൽ പുതിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളും ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയി വളരെ കൃത്യമായി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പൊളിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. അതായത് ഇന്ത്യയിലെ പ്രസിഡന്റുമാർ ആരൊക്കെയായിരുന്നു, അവരുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതല്ല, പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെയാണുള്ളത്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ is the head of the nation, head of the Republic of India. എന്താ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ? ഇന്ത്യയുടെ നാഷൻ, ഇന്ത്യ എന്നുള്ളത് നമ്മൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയാം. ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക് അല്ലെ? എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? If the head of a state is an elected person, it is called republic. ഒരു രാജ്യത്തിന്റെ തലവൻ ഒരു elected person ആണെങ്കിൽ റിപ്പബ്ലിക് എന്ന് വിളിക്കാം. ഇന്ത്യയുടെ തലവൻ പ്രസിഡന്റ് ആണ്. ഹെഡ് ഓഫ് നാഷൻ ഈസ് പ്രസിഡന്റ്. പ്രസിഡന്റ് ഈസ് an elected person. ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു elected person ആണ്. He is the head of the nation. Therefore, India is a republic. ഒരു രാജ്യം ജനാധിപത്യ രാജ്യമായതുകൊണ്ട് റിപ്പബ്ലിക് ആവണമെന്നില്ല. ബ്രിട്ടൻ ഒരു ജനാധിപത്യ രാജ്യം, പക്ഷെ ബ്രിട്ടൻ റിപ്പബ്ലിക് അല്ല. കാരണം എന്താ? ബ്രിട്ടന്റെ ഹെഡ് ബ്രിട്ടനിലെ കിങ്ങോ ക്യൂനോ ആണ്. അതൊരു എലക്റ്റഡ് പേഴ്സൺ അല്ല. അപ്പോ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എലക്റ്റഡ് പേഴ്സൺ ആവുമ്പോഴാണ് ആ രാജ്യത്തെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. ഇന്ത്യയുടെ ഹെഡ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഒരു എലക്റ്റഡ് പേഴ്സൺ ആണ്. റെഡിയല്ലേ? ഓക്കെ, അപ്പോ പ്രസിഡന്റ് ഇസ് ദ ഹെഡ് ഓഫ് ഇന്ത്യ, ഹെഡ് ഓഫ് ദി നേഷൻ. ഇനി എന്താ പോയിന്റ്? President is the formal head of the executive, the legislature and the judiciary of India. എന്താ? ഗവൺമെന്റിന്റെ, യൂണിയന്റെ 3 ബോഡികളാണ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി. എന്താ ലെജിസ്ലേറ്റർ? ഇന്ത്യയിലെ ലെജിസ്ലേറ്റർ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റിന്റെ പണി എന്താ? നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലെജിസ്ലേറ്റർ മേക്ക് ലോസ്. എക്സിക്യൂട്ടീവിന്റെ പണി, നമ്മളെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന എക്സിക്യൂട്ടീവിന്റെ പണി എക്സിക്യൂട്ട് ദ ലോസ്. നിയമങ്ങൾ നടപ്പിലാക്കുന്നവരാണ് എക്സിക്യൂട്ടീവ്. മൂന്നാമത്തേത് എന്താ? ജുഡീഷ്യറി ഇന്റർപ്രറ്റ് ദ ലോസ്. യൂണിയൻ ജുഡീഷ്യറിയാണ് സുപ്രീം കോടതി. അപ്പൊ എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയി ഇന്ത്യൻ പൊളിറ്റിയുടെ മറ്റു ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രസിഡന്റിനെ കുറിച്ചാണ്. പ്രസിഡന്റിന്റെ പോയിന്റ്, ഇതിന്റെ എല്ലാം ഹെഡ് പ്രസിഡന്റ് ആണ്. ലെജിസ്ലേറ്ററിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ജുഡീഷ്യറിയുടെയും എല്ലാം ഹെഡ് പ്രസിഡന്റ് ആണ്. മറ്റൊന്ന്, he is the commander in chief of Indian armed forces. President, he or she, president is the supreme commander of armed forces. ഇന്ത്യയിലെ എല്ലാ ആംഡ് ഫോഴ്സസിന്റെയും സുപ്രീം കമാൻഡർ പ്രസിഡന്റ് ആണ്. അത് മിലിറ്ററി, എയർഫോഴ്സ്, നേവി ഏതിന്റെയും സുപ്രീം കമാൻഡർ ഇൻ ചീഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി എന്തൊക്കെയാണ് ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്, അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ കാര്യങ്ങൾ ആദ്യം പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടുകൾ നമുക്കറിയാം, അറിയില്ലേ? പാർട്ട് 1 deals with the union and territory. Part 2 deals with citizenship. Part 3 deals with fundamental rights. Part 4 deals with directive principles of state policy. Part 4A fundamental duties. Part 5 union. അങ്ങനെയല്ലേ? ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ മറ്റു ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ എന്താണ്? പാർട്ട് 5ലാണ് യൂണിയൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ് ഓർഗനെ പറ്റി ഡീറ്റെയിൽ ആയി പറയുന്നത് ഭരണഘടനയിൽ. അതിൽ ആദ്യ ഭാഗത്ത് എക്സിക്യൂട്ടീവിന്റെ തുടക്കം എക്സിക്യൂട്ടീവിന്റെ ഹെഡായ പ്രസിഡന്റ് മുതലാണ്. അതായത് പാർട്ട് 5ലാണ് പ്രസിഡന്റിനെ പറ്റി പറയുന്നത്. അതിൽ ഓരോ ആർട്ടിക്കിൾ, പാർട്ടിനകത്തുള്ള ഓരോ ഭാഗങ്ങളാണല്ലോ ആർട്ടിക്കിള്. അപ്പൊ ഓരോ ആർട്ടിക്കിളുകളും പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയുന്നു എന്നുള്ളത് പറഞ്ഞു പോവാം. അതില് എല്ലാ ആർട്ടിക്കിളും ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട, പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ നമ്പർ ഓർത്ത് വെച്ചാൽ മതി. മറ്റുള്ളവ നമ്മൾ അറിയേണ്ടത്
അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. അതിന്റെ നമ്പർ, ആർട്ടിക്കിൾ നമ്പറിനേക്കാൾ കൂടുതൽ അതിനകത്ത് എന്തൊക്കെയാണുള്ളത് കണ്ടന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലത് മാത്രം നമ്പർ കൃത്യമായി ഓർത്ത് വെച്ചാൽ മതി. എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു പോവാം. ആർട്ടിക്കിൾ 52 ഡീൽസ് വിത്ത് ദ ആർട്ടിക്കിൾ 52 ഡിഫൈൻസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 5 ആർട്ടിക്കിൾ 52 ആണ് ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പ്രസിഡന്റിനെ ഡിഫൈൻ ചെയ്യുന്ന ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 ഡിഫൈൻസ് പ്രസിഡന്റ്. റെഡിയല്ലേ? ഇനി ആർട്ടിക്കിൾ 53 എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ. യൂണിയന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് പ്രസിഡന്റ് ആണ്. അതിനെപ്പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 53. ആർട്ടിക്കിൾ 54 election of president ആണ്. ആർട്ടിക്കിൾ 55 manner of election of president ആണ്. അതെങ്ങനെയാണ് ഡീറ്റെയിൽസ് ആയി നമ്മൾ ഇത് കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇലക്ഷനെ പറ്റി പറയുന്നത് 54, 55 ആർട്ടിക്കിളുകളിലാണ്. ആർട്ടിക്കിൾ 56 ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ടേം ഓഫ് ഓഫീസ് എത്രയാണ്? പ്രസിഡന്റിന്റെ ടേം ഓഫ് ഓഫീസ് സാധാരണഗതിയിൽ 5 വർഷമാണ് പ്രസിഡന്റിന്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് 5 വർഷമാണ്. നോർമലി 5 വർഷമാണ്. ഓക്കെ. then എലിജിബിലിറ്റി ഫോർ റീ എലക്ഷൻ, അതാണ് ആർട്ടിക്കിൾ 57 ഡീൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 58 ക്വാളിഫിക്കേഷൻസ് ഫോർ എലക്ഷൻ ആസ് പ്രസിഡന്റ് ആണ് 58 ഡീൽ ചെയ്യുന്നത്. then ആർട്ടിക്കിൾ 59 കണ്ടീഷൻസ് ഫോർ ദ പ്രസിഡന്റ്സ് ഓഫീസ് ആണ്. ആർട്ടിക്കിൾ 60 oath or affirmation by the president ആണ്. ആർട്ടിക്കിൾ 61 പ്രൊസീജിയർ ഫോർ ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ് ആണ്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പ്രസിഡന്റിനെ എങ്ങനെ ഇംപീച്ച് ചെയ്യാം എന്നാണ് ആർട്ടിക്കിൾ 61 പറയുന്നത്. അതിന് മുമ്പുള്ളതെല്ലാം ഞാനൊന്ന് പറഞ്ഞു പോയത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയി നമ്പർ ഓർത്ത് വെക്കണമെന്നില്ല. ആർട്ടിക്കിൾ 52 നമ്മൾ പറഞ്ഞു എന്താണ്, പ്രസിഡന്റിനെ ഡിഫൈൻ ചെയ്യുന്നു. ഇനി ആർട്ടിക്കിൾ 61 ഇമ്പോർട്ടന്റ് ആണ്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റവിചാരണ നടത്തിക്കൊണ്ട് പുറത്താക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 61. പ്രസിഡന്റിനെ തെരഞ്ഞെടുത്താൽ 5 വർഷം മുഴുവനായും പ്രസിഡന്റിനെ അവിടെ ഇരുത്തണമെന്നില്ല. അതിനു മുമ്പേ പുറത്താക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട്. ആ പ്രൊവിഷൻ ആണ് ആർട്ടിക്കിൾ 61 ഡീൽ ചെയ്യുന്നത്, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. 62 ടൈം ഓഫ് ഹോൾഡിംഗ് ഓഫ് പ്രസിഡന്റ് ടു ഫിൽ ദ വാക്കൻസി ഇൻ ദ ഓഫീസ് ഓഫ് പ്രസിഡന്റ്. എന്താ, പ്രസിഡന്റിന്റെ വാക്കൻസി വരുമ്പോൾ അത്ര കാലത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെടണം. ഇതാണ് അവിടെ പറയുന്നത്. എന്താണ് നോർമലി 5 വർഷത്തേക്കാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കൃത്യമായി പീരീഡ് പൂർത്തിയാക്കുകയാണെങ്കിൽ ആ ടേം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. ഇനി പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രസിഡന്റ് രാജിവെക്കുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റ് മരിച്ചു പോകുന്നു, അതും അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നു, ഇങ്ങനെ എന്തെങ്കിലും കേസ് വന്ന് പ്രസിഡന്റിന്റെ പൊസിഷൻ വേക്കന്റ് ആയി കിടന്നാൽ എന്ത് ചെയ്യണം? പുതിയ ഇലക്ഷൻ നടത്തി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം സ്വാഭാവികമായും. പക്ഷെ അത് എത്ര കാലത്തിനുള്ളിൽ നടത്തണം? മാക്സിമം 6 months ആണ്. 6 മാസത്തിനുള്ളിൽ നിർബന്ധമായും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. വിത്തിൻ 6 months ആണ്. മാക്സിമം പീരീഡ് ഓഫ് വേക്കൻസി 6 months. ഓക്കെ, 6 months. Then 71 ആർട്ടിക്കിൾ 71 മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 72 അഗൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആർട്ടിക്കിൾ ആണ്. പവർ ഓഫ് പ്രസിഡന്റ് ടു ഗ്രാൻഡ് പാർഡൻ. പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ 72. പ്രസിഡന്റിന് കോടതി വിധിച്ച ശിക്ഷകളിൽ ഇളവ് ചെയ്യാം, റദ്ദു ചെയ്യാം. അല്ലെ? പ്രസിഡന്റിനും ഗവർണർക്കും സമാനമായ അധികാരങ്ങളുണ്ട്. പക്ഷെ പ്രസിഡന്റിന് അതിൽ കുറച്ച് പ്രിവിലേജുകൾ ഉണ്ട്. ഡെത്ത് സെന്റൻസ് പ്രസിഡന്റിന് മാത്രമേ റദ്ദു ചെയ്യാൻ അധികാരമുള്ളൂ. അതുപോലെ കോർട്ട് മാർഷൽ, മിലിറ്ററി ഉത്തരവിധികളും പ്രസിഡന്റിന് മാത്രമേ റദ്ദു ചെയ്യാൻ അധികാരമുള്ളൂ. യൂണിയൻ ലോയുടെ അണ്ടറിൽ വരുന്ന പണിഷ്മെന്റുകളും പ്രസിഡന്റിന് മാത്രമേ പാർഡൺ ചെയ്യാൻ അധികാരമുള്ളൂ. അതിൽ തന്നെ പാർഡനിങ് ആവാം, അല്ലെങ്കിൽ ആ ശിക്ഷയെ മറ്റൊരു ശിക്ഷ കൊണ്ട് റീപ്ലേസ് ചെയ്യലാവാം. പല രീതിയിൽ ഈ പാർഡനിങ് പവർ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി നമുക്ക് വരാം. ഇവിടെ പറഞ്ഞ പോയിന്റ് 72 ഡീൽസ് വിത്ത് പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ്. ആർട്ടിക്കിൾ 72 പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ്. ഓക്കെ, ഇനി ഒരു ആർട്ടിക്കിൾ കൂടി ഇമ്പോർട്ടന്റ് ആയി ഓർത്ത് നോക്കണം. 123 ആർട്ടിക്കിൾ 123 ഡീൽസ് വിത്ത് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ്. 123 ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ഇമ്പോർട്ടന്റ് ആയി ഓർത്ത് നോക്കേണ്ട ആർട്ടിക്കിളാ. എന്താ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ ഒരു നിയമം ഉണ്ടാകുന്നത് എങ്ങനെയാ? പാർലമെന്റിൽ ഒരു നിയമം ഉണ്ടാകാനുള്ള പ്രൊസീജിയർ
ഒന്നുകിൽ രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോകസഭയിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു ഒരു മിനിസ്റ്റർ. ആ ബില്ല് ആ സഭ ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് ഇങ്ങനെ പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെ പ്രൊസീജിയറിലൂടെ ലോകസഭയിലാണ് ഇത് അവതരിപ്പിച്ചതെങ്കിൽ ലോകസഭ അത് പാസ്സാക്കുന്നു, എന്നിട്ട് രാജ്യസഭയിലേക്ക് കൈമാറുന്നു. രാജ്യസഭ സെയിം പ്രൊസീജിയറിലൂടെ പോയി പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റിന് കൈമാറുന്നു. പ്രസിഡന്റ് സൈൻ ചെയ്യുന്നതോടുകൂടിയാണ് ആ ബില്ല് ആക്ട് ആയി വരുന്നത്. ഇതാണ് ഒരു നിയമം ഉണ്ടാക്കാനുള്ള ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രൊസീജിയർ. ഇനി പാർലമെന്റ് സമ്മേളനം നടക്കാത്ത സമയത്ത് ഒരു നിയമം ഉണ്ടാക്കേണ്ടതിന്റെ അത്യാവശ്യം വരികയാണെങ്കിൽ പ്രസിഡന്റിന് ഒരു ഉത്തരവിലൂടെ ആ നിയമത്തെ ഉണ്ടാക്കാം. അതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഓർഡിനൻസിലൂടെ ഒരു നിയമം മേക്ക് ചെയ്യുന്നതാണ്, ഒരു ഡിക്ലറേഷനിലൂടെ ഒരു നിയമം മേക്ക് ചെയ്യുന്നതാണ് ഓർഡിനൻസ്. ഓക്കെ ആണോ? ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിക്ലറേഷനിലൂടെ നിയമം ഉണ്ടാക്കലാണ്. അത് പാർലമെന്റ് സമ്മേളിക്കാത്ത സമയങ്ങളിൽ മാത്രം ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആണ്. അതിൽ തന്നെ അൺലിമിറ്റഡ് വാലിഡിറ്റിയും ഇല്ല. തൊട്ടടുത്ത പാർലമെന്റ് സമ്മേളനം തുടങ്ങി 6 ആഴ്ചക്കുള്ളിൽ വിത്തിൻ 6 weeks ഓഫ് ഫ്രീ അസംബ്ലി ഓഫ് ദ പാർലമെന്റ് ഇത് പാസ്സാക്കിയിരിക്കണം പാർലമെന്റ്. അതായത് പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത സമ്മേളനം തുടങ്ങി 6 ആഴ്ചക്കുള്ളിൽ അത് പാസ്സാക്കണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 123. റെഡിയല്ലേ? ഓക്കെ. ഇനി ഇതിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ആദ്യം ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഉണ്ടല്ലോ. നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടോ? ഒരു കോമൺ പീപ്പിൾ വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആരാ വോട്ട് ചെയ്യുന്നത്? പിന്നെ എം പിമാരും എം എൽ എമാരുമാണ്, അല്ലെ? എം പിമാരും എം എൽ എമാരുമാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. ഓക്കെ. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്നാണ് നമ്മൾ പറയാം. നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിക്കൊണ്ട് പ്രസിഡന്റ് എം പിമാരും എം എൽ എമാരും വോട്ട് ചെയ്യുന്നു. അതിൽ എല്ലാ എം എൽ എമാർക്കും എല്ലാ എം പിമാർക്കും വോട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പൊ അവിടെ ഇതാണ് പോയിന്റ്. പ്രസിഡന്റ് ഈസ് എലക്ടഡ് ബൈ ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ആരൊക്കെയാ? ഇലക്ടറൽ കോളേജിലുള്ളത് ഒരു ഇലക്ടറൽ കോളേജ് ആണ് പ്രസിഡന്റ് ഇലക്ഷന് വേണ്ടിയുള്ളത്. അതായത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെന്റ്. ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെന്റ്. പാർലമെന്റിന്റെ ബോത്ത് ഹൗസസ് ഏതൊക്കെയാ? രാജ്യസഭയും ലോകസഭയും. ഈ രണ്ട് സഭയിലെയും ഇലക്ടഡ് മെമ്പേഴ്സിന് വോട്ട് ചെയ്യാം. ഇലക്ടഡ്, ആ വേർഡ് കറക്റ്റ് നോക്കണേ. ഇലക്ടഡ് മെമ്പേഴ്സിന് വോട്ട് ചെയ്യാം. അതായത് ഇലക്ടഡ് എം പിസ്, അല്ലെ? മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലെ എം പി. ഇലക്ടഡ് എം പിസിന് വോട്ട് ചെയ്യാം. രണ്ടാമത്തേത് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്, എം എൽ എ എന്ന് പറയാം, അല്ലെ? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്ടഡ് മെമ്പേഴ്സിനും വോട്ട് ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. എം എൽ എ, എം പി, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ ചോദ്യം ഇങ്ങനെയാ വരുന്നത്. ദ ഇലക്ടറൽ കോളേജ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 4 പോയിന്റുകൾ തന്നിട്ടുള്ളത്. ഒന്ന്, ഓൾ മെമ്പേഴ്സ് ഓഫ് ലോകസഭ. 2, ഓൾ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. 3, ഓൾ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. 4, ഓൾ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എന്നിട്ട് 1 and 2 ഓൺലി, 1 and 3 ഓൺലി, ഈ ഒരു രീതിയിൽ ഓപ്ഷനും വരും. എന്താ ആൻസർ വരിക? അവിടെയാണ് ഒരു കൺഫ്യൂഷൻ. ഒന്നാമത്തേത് എടുക്കാം. ഓൾ മെമ്പേഴ്സ് ഓഫ് ലോകസഭ വോട്ട് ചെയ്യുവോ ഇല്ലയോ? ഇലക്ടഡ്, നമ്മുടെ പ്രൊവിഷൻ എന്താ? ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോകസഭ, രാജ്യസഭ. ലോകസഭയിലെ എല്ലാ മെമ്പേഴ്സും ഇലക്ടഡ് ആണോ? അതെ. ലോകസഭയിൽ എന്താ മറ്റൊരു പ്രൊവിഷൻ? നോമിനേറ്റഡ് ആയ മെമ്പേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ അവിടെ അന്വേഷിക്കേണ്ടത്. ലോകസഭയിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇല്ല. 2020 വരെ ഉണ്ടായിരുന്നു. 2 ആംഗ്ലോ ഇന്ത്യൻസിനെ ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. 2020 അത് നിർത്തലാക്കി. ഇപ്പൊ ലോകസഭയിൽ ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇല്ല. അതുകൊണ്ട് ഓൾ മെമ്പേഴ്സ് ഓഫ് ലോകസഭ കറക്റ്റാ. റെഡി. അടുത്ത രാജ്യസഭ. രാജ്യസഭയില് ഇലക്ടഡ് മെമ്പേഴ്സ് രാജ്യസഭയിൽ എങ്ങനെയാ ഇലക്ഷൻ നടക്കുന്നത്? എം എൽ എമാരെ വോട്ട് ചെയ്തിട്ടാണ്. അതും നമ്മൾ ഡയറക്റ്റ് വോട്ട് ചെയ്തതല്ല. ഓക്കെ, എന്തായാലും എലക്ടഡ് തന്നെയാണ് വരും. എല്ലാരും എലക്ടഡ് ആണോ? അല്ല. രാജ്യസഭയിലെ മുഴുവൻ മെമ്പേഴ്സും എലക്ടഡ് അല്ല. അവിടെ എന്തുണ്ട്? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് രാജ്യസഭയിലേക്ക്. 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. നോമിനേറ്റഡ് മെമ്പേഴ്സിനെ ഏതില്?
പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് അടുത്ത പോയിന്റ്. രാജ്യസഭയിലെ നോമിനേറ്റഡ് മെമ്പേഴ്സിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. രാജ്യസഭയിലെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇലക്ടറൽ കോളേജിൽ വരുന്നില്ല. ഓക്കെ, അപ്പോ ഓൾ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ എന്നത് തെറ്റാണ്. എല്ലാ മെമ്പേഴ്സിനും പറ്റൂല, എലക്ടഡ് മെമ്പേഴ്സിന് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാജ്യസഭയിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട് 12 പേര്. അതുകൊണ്ട് എല്ലാ മെമ്പേഴ്സിനും പറ്റില്ല, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയ്ക്ക് മാത്രമേ പറ്റൂ. അടുത്തത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ നിയമസഭ എന്ന പേര് ഉപയോഗിക്കുന്നു. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മുഴുവൻ മെമ്പേഴ്സിനും വോട്ട് ചെയ്യാം. കാരണം അവിടെയും ലോകസഭ പോലെ തന്നെ ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് നോമിനേറ്റ് ചെയ്തിരുന്നു. 2020 മുതൽ അത് നിർത്തലാക്കി, നേരത്തെ പറഞ്ഞ അതേ പ്രൊവിഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മുഴുവൻ മെമ്പേഴ്സിനും വോട്ട് ചെയ്യാവുന്നതാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുകൂടി വരാം. നേരത്തെ 4ാമത്തേത് അതായിരുന്നു പറഞ്ഞത്. അതായത് കേരളത്തിൽ നിയമസഭ മാത്രമേ ഉള്ളൂ. പക്ഷെ ചില സ്റ്റേറ്റുകളിൽ ലോകസഭ രാജ്യസഭ എന്നതുപോലെ 2 ബോഡികളുണ്ട്. അതിനെ പൊതുവെ പറയുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും പറയും. റെഡിയാണോ? ഓക്കെ, വിധാൻ സഭ, വിധാൻ പരിഷത്ത് എന്നൊക്കെ പേരുകൾ ഉപയോഗിക്കുന്നു. അതിൽ കേരളത്തിന്റെ കേസിൽ വിധാൻ സഭ അല്ലെങ്കിൽ നിയമസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. കർണാടക, തെലങ്കാന, ആന്ധ്ര പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ എന്തുകൂടിയുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടിയുണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സിന് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ? ഇല്ല എന്നാണ് ഉത്തരം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് മാത്രമേ ഇലക്ടറൽ കോളേജിൽ വരുന്നുള്ളൂ. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സ് അതിൽ ഉൾപ്പെടുന്നില്ല. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നില്ല. ഓക്കെ ആണോ? അപ്പൊ 4ാമത്തേത് വരില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിന്റെ ഉത്തരം വരിക ഓൾ മെമ്പേഴ്സ് ഓഫ് ലോകസഭയും ഓൾ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ ആണോ? അപ്പൊ പറഞ്ഞ പോയിന്റ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നില്ല, ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, റെഡിയല്ലേ? MLA എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. കാരണം MLC എന്നാണ് അവരെ. MLA എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. MLC എന്നാണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയാ. അതുകൊണ്ട് ഓൾ ഇലക്ടഡ് MLAs ആൻഡ് ഇലക്ടഡ് MPs എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്, കറക്റ്റ് ആണ്. ഓൾ ഇലക്ടഡ് MLAs ആൻഡ് ഇലക്ടഡ് MPs, അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഇലക്ഷന്റെ മെത്തേഡ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ സെന്റൻസിൽ ഇങ്ങനെ പറയാം: പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊപ്പോർഷൻ ആയിക്കൊണ്ടാണ് MLA മാരും MP മാരും വോട്ട് ചെയ്യുന്നത്. അവരുടെ വോട്ട് ഷെയർ പോലും ആ സ്ഥലത്തെ പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും പ്രൊപ്പോർഷണൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് MLA മാരും MP മാരും. 2, ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യും പോലെയല്ല പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. സാധാരണ നമ്മൾ കുറെ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ഒരാളെ ടിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് മാർക്ക് ചെയ്യുന്നു, അത് വോട്ടായി മാറുന്നു. ഇവിടെ പ്രിഫറൻസുകളാണ് കൊടുക്കുക. ഇപ്പൊ 3 പേര് കാൻഡിഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇന്നയാള്, സെക്കൻഡ് ഇന്നയാള്, തേർഡ് ഇന്നയാള്, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാല് എബോവ് 50% വോട്ട് കിട്ടിയാൽ മാത്രമേ ഒരാളെ തിരഞ്ഞെടുക്കൂ. പറഞ്ഞ ക്ലിയർ ആണോ? ഇപ്പൊ 3 ആളുണ്ടെങ്കിൽ ഒരാൾക്ക് 40%, മറ്റേയാൾക്ക് 30, അങ്ങനെ ഇത് 40യേക്കാൾ കുറവ് മറ്റേ 2ആൾക്കും കിട്ടി. ഇങ്ങനെ വരുന്ന സമയത്ത് ആരും വിജയിയാവില്ല. എബോവ് 50%, 50% കൂടുതൽ അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ വോട്ട് കിട്ടിയാൽ മാത്രമേ ഒരാളെ വിജയിയായി പ്രഖ്യാപിക്കൂ. അങ്ങനെ വരുമ്പോ ആർക്കും പകുതിയിൽ കൂടുതൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ ആദ്യം എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ് മാത്രമേ കൗണ്ട് ചെയ്യൂ. എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ് മാത്രമാണ് ആദ്യം കൗണ്ട് ചെയ്യുക. അതിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളെ ഒഴിവാക്കും. ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ കാൻഡിഡേറ്റിനെ ഒഴിവാക്കും. എന്നിട്ട് ആ കാൻഡിഡേറ്റിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തവരുടെ സെക്കൻഡ് പ്രിഫറൻസ് കൗണ്ട് ചെയ്യും. ഓക്കെ ആണോ? ആദ്യം എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ് കൗണ്ട് ചെയ്യും. എന്നിട്ട് ഏറ്റവും കുറവ് വോട്ട് ആർക്കും എബോവ് 50% ഇല്ലെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളുടെ സെക്കൻഡ് പ്രിഫറൻസ് അവരെ ഒഴിവാക്കുകയും അവരുടെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് കൗണ്ട് ചെയ്തിട്ട് അത് മറ്റേവരിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഒരാൾക്ക് എബോവ് 50% ഉണ്ടെങ്കിൽ അയാൾ വിജയിയാവുന്നു. ഇത് 3, 4, 5 പേരുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് അത് സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ് എന്ന രീതിയിൽ മാറി മാറി കൗണ്ട് ചെയ്യുന്നു.
ഇതാണ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അതില് അതുകൊണ്ടാണ് ഇത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്നത്. ഒരു വോട്ടേ ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് ട്രാൻസ്ഫർ ചെയ്യാം എന്ന രീതിയിലാണ് ആ ഒരു ടേം വന്നത്. അപ്പോ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, ഇതാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എങ്ങനെയാണ് എന്നതിന്റെ സെന്റൻസ്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഓക്കെ, ഇനി presidential election it should be nominated by at least 50 electors and seconded or supported by at least 50 electors. ഒരാൾ നോമിനേറ്റ് ചെയ്യുകയും ഒരാൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ പോരാ, 50 പേര് നോമിനേറ്റ് ചെയ്യുകയും 50 പേര് സപ്പോർട്ട് ചെയ്യുകയും വേണം. 50 electors നോമിനേറ്റ് ചെയ്യണം, 50 electors സപ്പോർട്ട് ചെയ്യണം. റെഡിയല്ലേ? ഓക്കെ, ഇനി അവിടെ ഈ MLA-യുടെയും MP-യുടെയും വോട്ട് ഷെയർ എങ്ങനെയാണ്? എല്ലാവർക്കും ഒരുപോലെയല്ല വോട്ട് ഷെയർ. ഒരു സ്റ്റേറ്റിലെ MLA-യുടെ വോട്ട് ഷെയർ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എലക്ടഡ് മെമ്പേഴ്സ് ഇൻടു 1000. അതായത് ഇപ്പൊ കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്, കേരളത്തിലെ ടോട്ടൽ എലക്ടഡ് MLAs-ന്റെ എണ്ണം എത്രയാ? 140, 140 അല്ലേ? 140 ഇൻടു 1000. ഈ വാല്യൂവിനെ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ്, സോറി തിരിച്ചാണ്, പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ 140 ഇൻടു 1000. ഓക്കെ ആണോ? അതാണ് ഒരു MLA-യുടെ വോട്ട് ഷെയർ. ഈ ഒരു രീതിയിലാണ് സ്റ്റേറ്റ് MLA-മാരുടെ വോട്ട് ഷെയർ കൗണ്ട് ചെയ്യുന്നത്. ഇനി ടോട്ടൽ വാല്യൂ ഓഫ് MP വോട്ട് പോയിന്റ് നോക്കിയാലേ, പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ എലക്ടഡ് MLAs ഇൻടു 1000. ഇതാണ് MLA-യുടെ വോട്ടിന്റെ ഷെയർ. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, പറഞ്ഞേ ഉള്ളൂ. ഇനി MP-മാരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് MLA വോട്ട്സ്, ടോട്ടൽ വാല്യൂ ഓഫ് MLA വോട്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എലക്ടഡ് MPs. അതായത് മുഴുവൻ MLA-മാരുടെയും വോട്ടിന്റെ ടോട്ടൽ വാല്യൂ ഉണ്ടാവുമല്ലോ, അതിനെ ടോട്ടൽ MP-മാരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? അതായത് മൊത്തം MLA-മാരുടെ വോട്ടും മൊത്തം MP-മാരുടെ വോട്ടും ഈക്വൽ ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് ഇവരുടെ വോട്ട് ഷെയർ വരുന്നത്. അതായത് MP-മാരെ വോട്ട് ഷെയർ വരുന്നത് അവരുടെ സ്റ്റേറ്റിനെയോ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയോ ബേസ് ചെയ്തുകൊണ്ടുമല്ല, മൊത്തം MP-മാരുടെ വോട്ടും മൊത്തം MLA-മാരുടെ വോട്ടും ഈക്വൽ ആവുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ ആണ് അവിടെ ഉള്ളത്. അത് എന്തോ ആയിക്കോട്ടെ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത്രത്തോളം ചോദ്യങ്ങൾക്ക് സാധ്യതയില്ല. എന്തായാലും അതൊരു ഇലക്ടറൽ കോളേജ് ആണ്. അതിൽ വോട്ട് ചെയ്യുന്നത് ഇലക്ടഡ് MLAs ആൻഡ് ഇലക്ടഡ് MPs ആണ്. അവിടെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മറന്നു പോവാതെ മാറിപ്പോവാതെ ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, SSC മലയാളിയുടെ SSC, CGL, CPO, CHSL എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പുതിയ ബാച്ച് ജനുവരി 10 മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ GDക്ക് വേണ്ടി, SSC GDക്ക് വേണ്ടിയുള്ള ഒരു ക്രാഷ് ബാച്ച് ജനുവരി 15 മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. വളരെ ഡീറ്റെയിൽ ആയി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അടുത്തത് പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പറയുന്നില്ല, അതിന്റെ ഒന്നും ആവശ്യവുമില്ല. മറ്റു ചില പ്രൊവിഷൻസ് ഉണ്ട്. ഒന്ന്, ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അല്ലെ? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പൗരനായിരിക്കണം. ഒന്ന്. രണ്ട്, ഏജ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 35 ഇയേഴ്സ്. 35 വയസ്സെങ്കിലും ആവണം. പ്രസിഡന്റ് ആവാനുള്ള കുറഞ്ഞ പ്രായം അതോർത്ത് നോക്കണേ. പ്രസിഡന്റ് ആവാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇന്ത്യയിൽ പ്രസിഡന്റ് ആവാൻ, വൈസ് പ്രസിഡന്റ് ആവാൻ, ഗവർണർ ആവാൻ, ഈ 3 പൊസിഷനും മിനിമം ഏജ് 35. ഓക്കെ ആണോ? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ മിനിമം ഏജ് 35. ഇനി രാജ്യസഭാ മെമ്പർ മിനിമം ഏജ് 30. ലോകസഭാ മെമ്പർ മിനിമം ഏജ് 25. ആ മിനിമം ഏജ് പറയുമ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഗവർണറും മിനിമം ഏജ് 35, രാജ്യസഭാ മെമ്പർ 30, ലോകസഭാ മെമ്പർ 25. ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ എന്തായാലും പ്രസിഡന്റ് ആവാനുള്ള കുറഞ്ഞ പ്രായം 35 ഇയേഴ്സ് ആണ്. He or she must be qualified enough to be elected for ലോകസഭ. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഈ പ്രസിഡന്റായി ലോകസഭാ മെമ്പർ ആവണം എന്നല്ല, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ എന്തൊക്കെ യോഗ്യതകൾ വേണം അതൊക്കെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാനും വേണം. ഇതാണ് പറഞ്ഞത്. അതുപോലെ he should not hold ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ സ്റ്റേറ്റ്, ഗവൺമെന്റിന്റെ കീഴിലുള്ള മറ്റു പദവികളൊന്നും വഹിക്കാത്ത ആളായിരിക്കണം. ഓക്കെ, ഇനി അവിടെ ഇമ്പോർട്ടന്റ് ആയി ഓർത്ത് നോക്കേണ്ടത് അടുത്തൊരു പോയിന്റ് ആണ്. ഓത്ത് ഈസ് കണ്ടക്ടഡ് ഓൺ ദി പ്രസിഡന്റ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇമ്പോർട്ടന്റ് ആണ്. പ്രസിഡന്റിനെ ഓത്ത് കൊടുക്കുന്നത്, സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ്
ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ കൊടുക്കുന്നത്. ഓത്ത് ഈസ് ഗിവൺ ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇനി ചീഫ് ജസ്റ്റിസ് ആബ്സെന്റ് ആണെങ്കിലോ, ചീഫ് ജസ്റ്റിസ് എന്നൊരു പദവി വേക്കന്റ് ആയി കിടക്കലാണ്. ആരാണ് സത്യപ്രതിജ്ഞ കൊടുക്കുക? മറ്റാരുമല്ല, ആ പദവിക്ക് ചാർജ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. സാധാരണഗതിയിൽ സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആണ് ആ പദവിയിൽ ഇരിക്കുക. അവര് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കണം. അത്രേ ഉള്ളൂ. എനിവേ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, അങ്ങനെ ഒരാൾ അവിടെ ഇല്ലെങ്കിൽ ആ ചുമതല ആർക്കാണോ അവർ കൊടുക്കണം. അത്രേ ഉള്ളൂ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഏത് പ്രസിഡന്റിന് ഓത്ത് കൊടുക്കുന്നത്. റെഡിയല്ലേ? അടുത്തത് പ്രസിഡന്റിന്റെ പവേഴ്സ് ആണ്. പ്രസിഡന്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. അതിൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ്, മിലിറ്ററി പവേഴ്സ് ഓഫ് പ്രസിഡന്റ്, പിന്നെ എമർജൻസി പവർ ഓഫ് പ്രസിഡന്റ്. ഈ ഒരു രീതിയിൽ പ്രസിഡന്റിന്റെ പവറുകളെ തന്നെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഓരോന്നും നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ജനറലി ഒന്ന് പരിശോധിച്ചു നോക്കാം. എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്തൊക്കെയാണ്? President is the constitutional head of the Union Executive. President is the constitutional head of the Union Executive. Union Executive-ന്റെ head ആണ് പ്രസിഡന്റ്. ഓക്കെ അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ അറിയാലോ? ശ്രീമതി ദ്രൗപദി മുർമു ആണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ആണ്. നേരത്തെ സ്ലൈഡിൽ ഉണ്ടായിരുന്നു, ഞാനത് പേര് പറയാൻ വിട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ പിന്നെ അതുപോലെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ആണ്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ്. പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ആണ്. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസിഡന്റ് വരും, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറൽ. ഇത്രയുമാണ് യൂണിയൻ എക്സിക്യൂട്ടീവിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കൺസിസ്റ്റ് ചെയ്യുന്നതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ്. അതിന്റെ ഹെഡ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ്. ഓക്കെ, ഇനി ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ടേക്കൺ ഇൻ പ്രസിഡന്റ്സ് നെയിം. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ ആക്ഷനും പ്രസിഡന്റിന്റെ പേരിലാണ് എടുക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും പ്രസിഡന്റ് ആണ് ഒപ്പിടേണ്ടത്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? പ്രസിഡന്റിന് ഒരുപാട് പ്രൊവിഷൻ കൊടുത്തു. പ്രസിഡന്റ് ആണ് ഇത് ചെയ്യുക, പ്രസിഡന്റ് ആണ് ഇത് ചെയ്യുക, ഇത് എല്ലാം കൊടുത്തു. അവസാനം ആർട്ടിക്കിൾ 74 എഴുതി വെച്ചിട്ടുണ്ട്, പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് പ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ആ ഒരൊറ്റ പ്രൊവിഷനിൽ ഇതൊക്കെ പോയി. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവസാനം പറഞ്ഞു ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അഡ്വൈസ് വേണം? മന്ത്രിസഭയുടെ അഡ്വൈസ് വേണം. മന്ത്രിസഭ തന്നെയാണ് തീരുമാനിക്കുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ പ്രസിഡന്റിന്റെ പേരിലാണ്, പ്രസിഡന്റ് ആണ് ഒപ്പിടുന്നത്. എല്ലാത്തിന്റെ അടിയിൽ ഒപ്പിടാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. അതുകൊണ്ട് ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ആർ ടേക്കൺ ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ്. നെയിം ഓഫ് പ്രസിഡന്റ് എന്നാണ്. പ്രസിഡന്റ് തീരുമാനം എടുക്കണം എന്നല്ല, പ്രസിഡന്റ് ആണ് അതിൽ ഒപ്പിടുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രസിഡന്റ് അപ്പോയിന്റ്സ് പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഇലക്ഷനിലൂടെ ഒരു പാർട്ടി ജയിക്കുകയും ആ പാർട്ടിയുടെ നേതാവ് പ്രസിഡന്റിനെ കണ്ട് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. പ്രസിഡന്റ് അത് അംഗീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായി നിയമിക്കുന്നു. പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നവർക്ക്. അതല്ലേ പ്രൊസീജിയർ. അപ്പൊ എന്തായാലും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഹു അപ്പോയിന്റ്സ് പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ്. അടുത്ത ചോദ്യം, ഹു അപ്പോയിന്റ്സ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്? മറ്റു മന്ത്രിമാരെ നിയമിക്കുന്ന ആരാ? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റാ, സംശയമൊന്നുമില്ല. മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നത് ആരാ? അവിടെയും ഉത്തരം പ്രസിഡന്റ് തന്നെയാണ്. പ്രസിഡന്റ് എന്ന് തന്നെയാണ് ആൻസർ. കാരണം മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയല്ലേ തീരുമാനിക്കുക ചോദിച്ചാൽ അതെ, തീരുമാനിക്കൽ പ്രധാനമന്ത്രിയാ. പ്രധാനമന്ത്രി തീരുമാനിച്ചോട്ടെ, പക്ഷെ ഒപ്പിടുന്നത് ആരാ? ഇന്നയാളെ ഇന്ന മന്ത്രിയാക്കി എന്ന് പറഞ്ഞ് ഒപ്പിടേണ്ടത് പ്രസിഡന്റാ അല്ലെ? അപ്പൊ മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരെയും ചോദിച്ചാൽ പ്രസിഡന്റ്. അപ്പൊ പ്രസിഡന്റ് അപ്പോയിന്റ്സ് പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് അപ്പോയിന്റ്സ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, പ്രസിഡന്റ് അപ്പോയിന്റ്സ് ഇലക്ഷൻ കമ്മീഷണർ, പ്രസിഡന്റ് അപ്പോയിന്റ്സ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG, പ്രസിഡന്റ് അപ്പോയിന്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണർ, പ്രസിഡന്റ് അപ്പോയിന്റ്സ് അറ്റോർണി ജനറൽ. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ ഹെഡുകളെയും എല്ലാ ഓഫീസർ പോസ്റ്റുകളെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് അപ്പോയിന്റ്സ് പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് അപ്പോയിന്റ്സ്
Council of Minister, President appoints a Vigilance Commissioner, President appoints Election Commission, President appoints Human Rights Commission, President appoints ഈ ടൈപ്പ് ഇത് വുമൻസ് കമ്മീഷണർ. ഈ ഒരു രീതിയിൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റിന്റെ എല്ലാ ഹെഡുകളെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരെയും ചോദിച്ചാൽ പ്രസിഡന്റാണ്. ഓക്കെ, എല്ലാ അപ്പോയിന്റ്മെന്റുകളും പ്രസിഡന്റിന്റെ പേരിലാണ്. പ്രസിഡന്റ് അപ്പോയിന്റ്സ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഇത് പ്രത്യേകമായി നോക്കണേ, കാരണം സാധാരണഗതിയിൽ ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറും യൂണിയൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റും. ബാക്കിയെല്ലാം അങ്ങനെയാണ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എല്ലാം നോക്കിയാലും സെൻട്രലിൽ പ്രസിഡന്റ് നിയമിക്കുന്നു, സ്റ്റേറ്റിൽ സംസ്ഥാനത്തിൽ ഗവർണർ നിയമിക്കുന്നു. പക്ഷേ ജഡ്ജസിന്റെ കേസിൽ മാത്രം സുപ്രീം കോർട്ട് ജഡ്ജസിനെ നിയമിക്കുന്നതും പ്രസിഡന്റാണ്, ഹൈക്കോർട്ട് ജഡ്ജസിനെ നിയമിക്കുന്നതും പ്രസിഡന്റാണ്. അത് ചീഫ് ജസ്റ്റിസും ജഡ്ജസും ഉൾപ്പെടെയാണ്. ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതും ജഡ്ജസിനെ നിയമിക്കുന്നതും അത് സുപ്രീം കോർട്ടിലും പ്രസിഡന്റാണ്, ഹൈക്കോർട്ടിലെയും പ്രസിഡന്റാണ്. ലോവർ കോർട്ടുകളിലും ഡിസ്ട്രിക്ട് കോർട്ടുകളിലും മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ഡിസ്ട്രിക്ട് ജഡ്ജസിനെ മാത്രമേ ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നുള്ളൂ. ജഡ്ജസിന്റെ കേസിൽ മാത്രം പറഞ്ഞു നോക്കിയല്ലേ, സംസ്ഥാന ലെവലുകളിൽ മറ്റെല്ലാ അപ്പോയിന്റ്മെന്റുകളും ചീഫ് മിനിസ്റ്ററും മന്ത്രിസഭയും മറ്റ് അപ്പോയിന്റ്മെന്റുകളൊക്കെ സംസ്ഥാന സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ഗവർണറാണ് നടത്തുന്നത് സാധാരണഗതിയിൽ. പക്ഷെ കോടതികളുടെ കേസിൽ മാത്രം സുപ്രീം കോർട്ട് ജഡ്ജസും ഹൈക്കോർട്ട് ജഡ്ജസും പ്രസിഡന്റ് തന്നെയാണ് നിയമിക്കുന്നത്. പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ്. ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിൽ പ്രസിഡന്റിന് എന്തൊക്കെയാണ് പവറുകൾ ഉള്ളത്? ഒന്ന്, ഹി സമ്മൺസ് പ്രൊരോഗ്സ് പാർലമെന്റ് ആൻഡ് ഡിസോൾവ്സ് ലോകസഭ. എന്താ പോയിന്റ്? ഒരു പാർലമെന്റ് സമ്മേളനം അല്ലെ, പാർലമെന്റ് സമ്മേളിക്കാറുണ്ടല്ലോ. ഒരു വർഷത്തിൽ 3 തവണയാണ് സാധാരണഗതിയിൽ പാർലമെന്റ് സമ്മേളിക്കുന്നത്. ബജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ അല്ലെ. അപ്പൊ അതില് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന്റെ നോട്ടീസോടുകൂടിയാണ് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നത്. അപ്പോ പാർലമെന്റ് സമ്മേളനം സമ്മൺ വിളിച്ചു ചേർക്കുക എന്നതിനെയാണ് സമ്മൺ എന്ന് പറയാ. പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്ന പ്രസിഡന്റ് ആണ്. ആ സമ്മേളനം പിരിച്ചുവിടുന്നതും പ്രസിഡന്റ് ആണ്. പ്രൊരോഗ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളനം അതിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായാൽ അത് പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. അതായത് ലോക്സഭ മൊത്തത്തിൽ പിരിച്ചുവിടലല്ല, ആ സമ്മേളനം തൽക്കാലത്തേക്ക് പിരിച്ചുവിടും. ആ സമ്മേളനം തൽക്കാലത്തേക്കല്ല, ആ സമ്മേളനം കഴിഞ്ഞു അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. അതിനെയാണ് പ്രൊരോഗ് എന്ന് പറയും. ഒരു സമ്മേളനം തുടങ്ങുന്നതിനെ സമ്മൺ എന്നും അത് അവസാനിപ്പിക്കുന്നതിനെ പ്രൊരോഗ് എന്നും പറയും. ഒരു സെഷൻ, ഒരു പാർലമെന്ററി എന്താണ് സെഷൻ ആണ് പറയുന്നത്. അവിടെ സമ്മൺ അഥവാ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രൊരോഗ് ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. അതിനകത്ത് ഓരോ ദിവസത്തെയും മീറ്റിംഗ് പിരിച്ചുവിടുന്നത് സ്പീക്കറാണ്. ഓരോ ദിവസവും അതിനാ അഡ്ജേൺമെന്റ് എന്നൊക്കെ പറയുന്നത്. അത് ഓരോ ദിവസത്തെ മീറ്റിംഗ് ആണ്. അത് സ്പീക്കറാണ് ലോക്സഭയിൽ. രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ ചെയർമാനായ വൈസ് പ്രസിഡന്റ് ആണ്. പക്ഷെ പറഞ്ഞത് ഒരു സെഷന്റെ, അതിപ്പോ ഒരു ബജറ്റ് സെഷന്റെ എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞാൽ ആ സമ്മേളനം, ആ സെഷൻ മൊത്തത്തിൽ അവസാനിപ്പിക്കുമ്പോൾ അവിടെ എന്താണ് പ്രൊരോഗാണ് വരുന്നത്. ആ ടേമുകൾ ഡിഫറൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പാർലമെന്റിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറയും. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുക അഥവാ സമ്മൺ ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അത് പിരിച്ചുവിടുക, പ്രൊരോഗ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇനി 5 വർഷ കാലാവധി എത്തുമ്പോൾ ലോകസഭ പിരിച്ചുവിടുന്നതും പ്രസിഡന്റ് ആണ്. പാർലമെന്റ് പിരിച്ചുവിടുന്നു എന്ന് നമ്മൾ പറയില്ല, കാരണം രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടുന്നില്ല. അതൊരു പെർമനന്റ് കൂടിയാണ്. അതിലെ മെമ്പേഴ്സ് മാത്രമേ 6 വർഷം കൂടുമ്പോൾ മാറുന്നുള്ളൂ. അങ്ങനെയല്ലേ? അപ്പൊ ലോകസഭ മാത്രമേ പിരിച്ചുവിടുന്നുള്ളൂ. അത് 5 വർഷം കൂടുമ്പോൾ പിരിച്ചുവിടുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രസിഡന്റ് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നു, പിരിച്ചുവിടുന്നു, പിന്നെ ലോകസഭ തന്നെ ഡിസോൾവ് ചെയ്യുന്നു. 1. 2, ഹി അഡ്രസ്സസ് ദ പാർലമെന്റ്. പാർലമെന്റിൽ പ്രസിഡന്റിന്റെ പ്രസംഗം നടക്കുന്നുണ്ട്. എപ്പോഴാ? എല്ലാ വർഷത്തിലും ആദ്യത്തെ സമ്മേളനം പ്രസിഡന്റിന്റെ പ്രസംഗത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1. 2, ഒരു ഇലക്ഷൻ കഴിഞ്ഞാലുള്ള ഫസ്റ്റ് സമ്മേളനത്തിലും പ്രസിഡന്റ് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? പ്രസിഡന്റ് അഡ്രസ്സസ് ഫസ്റ്റ് സെഷൻ ആൻഡ് ആഫ്റ്റർ ജനറൽ ഇലക്ഷൻ. ഓരോ ഇയറിലെയും ഫസ്റ്റ് സെഷൻ, അതാണ് ഓരോ ഇയറിലെയും ഫസ്റ്റ് സെഷൻ. അതുപോലെ ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞാലുള്ള ഫസ്റ്റ് സെഷൻ. ഇത് രണ്ടും പ്രസിഡന്റ് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രസിഡന്റ് ശരിക്കും ഇന്ത്യൻ പാർലമെന്റിന്റെ ബോഡികൾ ഏതാണെന്ന് ചോദിച്ചാൽ ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് എന്ന് നമ്മൾ പറയണം. ലോകസഭയും രാജ്യസഭയും അതിനു പുറമെ പ്രസിഡന്റ് കൂടി ചേരുമ്പോൾ മാത്രമേ പാർലമെന്റ് എന്ന ബോഡി ശരിക്കും കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അതായത് പ്രസിഡന്റ് രാജ്യസഭയുടെയും ലോകസഭയുടെയും ഭാഗമല്ല, പക്ഷെ പാർലമെന്റ് പ്രസിഡന്റ് കൂടി ഉൾപ്പെടുമ്പോഴേ പാർലമെന്റ് എന്ന ടേം അല്ലെങ്കിൽ ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് ബോഡി കംപ്ലീറ്റ് ആവുന്നുള്ളൂ.
ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് പ്രസിഡന്റ് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നു, പിരിച്ചുവിടുന്നു, ഡിസോൾവ് ചെയ്യുന്നു. അടുത്തത് സമ്മൺ പ്രൊരോഗ് ഡിസോൾവ്. ഓക്കെ, അടുത്തത് പാർലമെന്റ് അഡ്രസ് ചെയ്യുന്നു. മൂന്നാമത്തേത് 12 മെമ്പേഴ്സിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന പ്രസിഡന്റാ. നമ്മൾ നേരത്തെ പറഞ്ഞു നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട് രാജ്യസഭയിൽ. ആ നോമിനേഷൻ നടത്തുന്ന പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് നോമിനേറ്റ് 12 മെമ്പേഴ്സ് ടു രാജ്യസഭ. ഇനി ഒരു ബില്ല് പ്രസിഡന്റിന്റെ അടുത്തേക്ക് എത്തിയാൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടിയാണ് അത് നിയമമാവുന്നത്. രണ്ട് പാർലമെന്റുകളും പാസ്സാക്കിയാലും പ്രസിഡന്റ് ഒപ്പിട്ടാൽ മാത്രമേ ഒരു ബില്ല് ആക്ട് ആയി മാറുന്നുള്ളൂ. അപ്പോ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ഓക്കെ, പിന്നെ പ്രസിഡന്റ് ഓർഡിനൻസ് മേക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു പാർലമെന്റ് സമ്മേളിക്കാത്ത സമയങ്ങളിൽ ഒരു നിയമം ആവശ്യമായി വരുമ്പോൾ അവിടെ പ്രസിഡന്റ് ഒരു ഡിക്ലറേഷൻ പുറപ്പെടുവിക്കുകയാണ്. അതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 123 നമ്മൾ നേരത്തെ പറഞ്ഞു. ഓർഡിനൻസ് എന്ന് പറയുന്നത് ആ ഓർഡിനൻസ് തൊട്ടടുത്ത പാർലമെന്റ് സമ്മേളനം തുടങ്ങി 6 ആഴ്ചക്കുള്ളിൽ പാസ്സാക്കിയിരിക്കണം എന്നൊരു കണ്ടീഷൻ കൂടി അവിടെയുണ്ട്. ഓക്കെ, അടുത്ത ഫിനാൻഷ്യൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ വെക്കുന്നത് പ്രസിഡന്റിന്റെ പേരിലാണ്. അടുത്തത് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നതും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടുകൾ അല്ലെ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ തൊട്ടടുത്ത കണ്ടിജൻസി ഫണ്ടാണ്, എമർജൻസി ഫണ്ടാണ്. അത് കൺട്രോൾ ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. ഓക്കെ, അടുത്തത് ജുഡീഷ്യൽ പവേഴ്സ് ആണ്. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട പവറുകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഒക്കെ ഇനിയുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു വെച്ചതാണ്. ജുഡീഷ്യൽ പവേഴ്സ് പ്രസിഡന്റ് ആണ് ജഡ്ജസിനെ, സുപ്രീം കോർട്ട് ഹൈക്കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തത് പവർ ടു ഗ്രാന്റ് പാർഡൻ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 72 ആണ് ഇതുള്ളത്. പവർ ടു ഗ്രാന്റ് പാർഡൻ. അതിൽ പ്രസിഡന്റ് പാർഡൻ ചെയ്യുന്നത്, ദയാഹർജി കൊടുക്കുന്നത് എന്തിനൊക്കെയാണ്? ഡെത്ത് സെന്റൻസ് പ്രസിഡന്റ് പാർഡൻ ചെയ്യുന്നതാണ്. ഡെത്ത് സെന്റൻസ് പ്രസിഡന്റ് പാർഡൻ ചെയ്യുന്നതാണ്. ദെൻ പണിഷ്മെന്റ് ഓർ സെന്റൻസ് അണ്ടർ യൂണിയൻ ലോയിൽ വരുന്ന പണിഷ്മെന്റ് ഓർ സെന്റൻസ് പ്രസിഡന്റ് പാർഡൻ ചെയ്യുന്നതാണ്. മിലിറ്ററി കോർട്ടിന്റെ പണിഷ്മെന്റ് ഓർ സെന്റൻസും പ്രസിഡന്റ് പാർഡൻ ചെയ്യുന്നതാണ്. അതായത് പ്രസിഡന്റിന് എന്തൊക്കെ പാർഡൻ ചെയ്യാം? പാർഡൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ശിക്ഷ മുഴുവനായും റദ്ദു ചെയ്യലാണ്. പാർഡൻ മാത്രമല്ല, റിപ്രീവ്, റെസ്പെക്റ്റ്, റിമിഷൻ ഒക്കെ ചെയ്യാം. അതായത് ആ ശിക്ഷ കുറച്ചു കാലത്തേക്ക് തടഞ്ഞു വെക്കാം, അല്ലെങ്കിൽ അതിന് പകരം കുറച്ച് ചെറിയ വേറൊരു ശിക്ഷ കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ പ്രസിഡന്റിന് ഈ ശിക്ഷയിൽ മാറ്റം വരുത്താനുള്ള അധികാരമുണ്ട്. അതിൽ ഏതൊക്കെ ശിക്ഷകളാണ് എന്നാണ്: ഒന്ന് യൂണിയൻ ലോയുടെ അണ്ടറിൽ വരുന്ന ശിക്ഷകൾ, മറ്റൊന്ന് ഡെത്ത് സെന്റൻസ്, മൂന്നാമത്തേത് കോർട്ട് മാർഷ്യൽ അഥവാ മിലിറ്ററി കോർട്ടിന്റെ ശിക്ഷകൾ. ഈ 3 സാധനങ്ങളാണ് പ്രസിഡന്റിന് ഇളവ് വരുത്താവുന്നത്. അത് പറയുമ്പോൾ ഗവർണർക്ക് ഇതുണ്ട്, പക്ഷെ ഗവർണർക്ക് സ്റ്റേറ്റ് ലോയുടെ അണ്ടറിൽ വരുന്ന ശിക്ഷകൾ മാത്രമേ പാർഡൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അവിടെയും ഡെത്ത് സെന്റൻസ് ഇല്ല. ഡെത്ത് സെന്റൻസ് തൂക്കുകയറിന് വിധിച്ച ഒരാളെ വധശിക്ഷക്ക് വിധിച്ചത് റദ്ദ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. വധശിക്ഷ റദ്ദ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. മിലിറ്ററി കോർട്ടിന്റെ സെന്റൻസ് റദ്ദ് ചെയ്യാനുള്ള അധികാരവും പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. റെഡിയല്ലേ? ഇപ്പൊ പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ്, അത് ജുഡീഷ്യൽ പവേഴ്സിൽ ഡീൽ ചെയ്യുന്നു. റെഡിയല്ലേ? ഇനി അടുത്തത് മിലിറ്ററി പവേഴ്സിൽ പ്രസിഡന്റ് ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആണ്. നമുക്ക് അറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആർമി, നേവി, എയർഫോഴ്സ് ചീഫുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന്റെ മിലിറ്ററി പവേഴ്സ് ആയി പറയാം. ദെൻ എമർജൻസി പവർ. എമർജൻസി കേട്ടിട്ടില്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന പ്രസിഡന്റ് ആണ്. അപ്പൊ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട എമർജൻസി പവർ പറയുമ്പോൾ 3 തരം എമർജൻസികളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 356 പ്രസിഡന്റ് റൂള് അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി. സംസ്ഥാന ഭരണം പിരിച്ചുവിട്ടിട്ട് അത് പ്രസിഡന്റ് ഏറ്റെടുക്കുന്നതിനെയാണ് പ്രസിഡന്റ് റൂള് അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയാം. ആർട്ടിക്കിൾ 356 ആണ് അത് ഡീൽ ചെയ്യുന്നത്. അടുത്ത ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360. ഈ 3 തരം എമർജൻസികൾ ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ അതിന്റെ ക്ലാസ്സുകളിൽ വരുന്നതാണ്. ഇവിടെ ഈ 3 എമർജൻസിയും പ്രഖ്യാപിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. അതാണ് പ്രസിഡന്റിന്റെ പവറുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡീൽ ചെയ്യാനുള്ളത്. റെഡിയല്ലേ? ഇനി വീറ്റോ പവർ ഓഫ് പ്രസിഡന്റ്. അത് നേരത്തെ പറയുമ്പോൾ പ്രസിഡന്റിന്റെ അടുത്ത് ഒരു ബില്ല് എത്തിയാൽ പ്രസിഡന്റ് ഒപ്പിട്ടാലേ അത് ആക്ട് ആവുന്നുള്ളൂ നമ്മൾ പറഞ്ഞു. ഇനി പ്രസിഡന്റിന് ഒപ്പിടാതിരിക്കാൻ അവകാശമുണ്ട്. അതാണ് വീറ്റോ പവർ. അതായത് പാർലമെന്റിൽ ലോകസഭയും രാജ്യസഭയും പാസാക്കി കഴിഞ്ഞ ഒരു ബില്ല് പ്രസിഡന്റിന് അടുത്തെത്തിയാൽ പ്രസിഡന്റ് അത് ഒപ്പിട്ടാൽ മാത്രമേ അതൊരു ആക്ടായി നിയമമായി മാറുന്നുള്ളൂ. അവിടെ പ്രസിഡന്റിന്
ഒപ്പിടാതിരിക്കാനുള്ള അധികാരമാണ് വീറ്റോ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസിഡന്റിന്റെ വിവേചന അധികാരം. പ്രസിഡന്റിന് അവിടെ സ്വയം ഒരു തീരുമാനമെടുക്കാം ബില്ല് ഒപ്പിടാതിരിക്കാൻ. അതിൽ ഏതൊക്കെ രീതിയിൽ അതുണ്ട് എന്നുള്ളതാണ് വീറ്റോ പവറുകളിലെ ഡിഫറന്റ് വീറ്റോ പവറുകൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതിൽ പ്രസിഡന്റിന് എന്തൊക്കെ ചെയ്യാം 3 അൾട്ടർനേറ്റീവുകളാണുള്ളത്. ആർട്ടിക്കിൾ 111 പ്രസിഡന്റിന്റെ വീറ്റോ പവറിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 111 ഒന്ന്, ഒരു ബില്ല് പ്രസിഡന്റിന് എടുത്തെത്തിയാൽ പ്രസിഡന്റിന് അസെന്റ് ചെയ്യാം, അതായത് ഒപ്പിടാം, അല്ലെങ്കിൽ അത് വിത്ത് ഹോൾഡ് ചെയ്യാം, ഒന്നും ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യാം. ഈ 3 ഓപ്ഷനാണ് സാധാരണഗതിയിലുള്ളത്. പ്രസിഡന്റ് അടുത്തൊരു ബില്ല് എത്തിയാൽ പ്രസിഡന്റിന് ഒന്നുകിൽ ഒപ്പിടാം, അസെന്റ് കൊടുക്കാം. 2, ഒപ്പിടാതിരിക്കാം, ഒന്നും ചെയ്യാതിരിക്കാം. 3, തിരിച്ചയക്കാം, ഒന്നും കൂടി പരിഗണിക്കൂ എന്ന് പറഞ്ഞ് പാർലമെന്റിലേക്ക് തിരിച്ചയക്കാം. 3 അൾട്ടർനേറ്റീവാ ഉള്ളത്. ഇതിന്റെ രീതിയിൽ ഒപ്പിടാതിരിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ തിരിച്ചയക്കാനുള്ള അധികാരം പറയുമ്പോൾ നമ്മൾ 3 രീതിയിലാണ് ഈ വീറ്റോ പവറുകൾ പറയുന്നത്. ഒന്നാമത്തേത് അബ്സല്യൂട്ട് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പ്രസിഡന്റ് ടു വിത്ത് ഹോൾഡ് ഹിസ് അസെന്റ്. ഒപ്പിടാതിരിക്കുക, ഒരു ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള, അതായത് വിത്ത് ഹോൾഡ് ചെയ്യുക, ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുക, ഒപ്പിടാതിരിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. രണ്ടാമത്തേത് സസ്പെൻസീവ് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യാൻ, തിരിച്ചയക്കാൻ, റിട്ടേൺ ചെയ്യാനുള്ള അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. അതായത് പ്രസിഡന്റ് റിട്ടേൺസ് എ ബിൽ ഫോർ റീകൺസിഡറേഷൻ ഓഫ് ദി പാർലമെന്റ്. പാർലമെന്റിലേക്ക് തിരിച്ചയക്കുന്നു. പാർലമെന്റിലേക്ക് ഒരു ബില്ല് തിരിച്ചയക്കാനുള്ള അധികാരമാണ്. അതായത് ഒന്നുകൂടി പരിഗണിക്കുക എന്ന് പറഞ്ഞ് ഒപ്പിടാതെ പാർലമെന്റിലേക്ക് തിരിച്ചയക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് ഇവിടെ ഇതില് സസ്പെൻസീവ് വീറ്റോ ഡീൽ ചെയ്യുന്നത്. ഇനി അവിടെ ഒരു പ്രൊവിഷൻ കൂടി ഉള്ളത്, സസ്പെൻസീവ് വീറ്റോ ആണ് ഉപയോഗിച്ചതെങ്കിൽ പാർലമെന്റ് അത് ഒന്നുകൂടി പരിഗണിക്കുന്നു. അതായത് പ്രസിഡന്റ് തിരിച്ചയച്ചു, പാർലമെന്റ് ഒന്നുകൂടി പരിഗണിക്കുന്നു. ഒന്നുകൂടി പരിഗണിച്ച് വീണ്ടും പ്രസിഡന്റിന്റെ അടുത്ത് എത്തിയാൽ അത് നിർബന്ധമായും പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കണം എന്നൊരു കണ്ടീഷൻ അവിടെയുണ്ട്. അതായത് ഒരു പ്രാവശ്യം സസ്പെൻഡ് ചെയ്ത സാധനം വീണ്ടും പ്രസിഡന്റിന്റെ അടുത്ത് തിരിച്ചെത്തിയാൽ നിർബന്ധമായും ഒപ്പിട്ടിരിക്കണം എന്നൊരു കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തേത് പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാല് അബ്സല്യൂട്ട് വീറ്റോന്റെ തന്നെ ഒരു വേർഷൻ ആണ്. അതായത് ഒപ്പിടാതിരിക്കുക ഫോർ എൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒപ്പിടാതിരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയാം. അസെന്റ് കൊടുക്കാതിരിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഇൻഡെഫിനിറ്റ് പീരീഡിൽ ഒരു ആക്ഷനും എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പോക്കറ്റിൽ വെക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ്, അനിശ്ചിത കാലത്തേക്ക്. അതാണ് പോക്കറ്റ് വീറ്റോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്സല്യൂട്ട് വീറ്റോ തന്നെ അതൊന്ന് ഇൻഡെഫിനിറ്റ് പീരീഡ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അതെന്താകുന്നു, പോക്കറ്റ് വീറ്റോ എന്ന രീതിയിൽ പറയാം. അപ്പൊ ഇവിടെ പ്രസിഡന്റ് നെയ്തർ റാറ്റിഫൈസ് നോ റിജക്ട്സ് ഓർ നോ റിട്ടേൺസ് എ ബിൽ ബട്ട് സിംപ്ലി കീപ്സ് എ ബിൽ പെൻഡിങ് ഫോർ എൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. ഒന്നും ചെയ്യാതെ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് അത് വെക്കുന്നു. അതിനെയാണ് എന്ത് പറയാ, പോക്കറ്റ് വീറ്റോ എന്ന് പറയാം. പോക്കറ്റ് വീറ്റോ ആദ്യമായി യൂസ് ചെയ്ത പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഓക്കെ, റെഡിയല്ലേ? ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. പ്രസിഡന്റിനെ എങ്ങനെ ഇംപീച്ച് ചെയ്യാം, പുറത്താക്കാം. പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള പ്രൊവിഷൻ ആണ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഇംപീച്ച്മെന്റ് ആണ്, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. റെഡിയല്ലേ? ഓക്കെ, അവിടെ അതിനുള്ള പ്രൊസീജിയർ ആണ് പറയുന്നത്. പ്രസിഡന്റിനെ വിചാരണ ചെയ്ത് പുറത്താക്കാനുള്ള പ്രൊസീജിയർ അത് ഇങ്ങനെയാണ് പറയുന്നത്. ഒന്ന്, പ്രസിഡന്റ് അവിടെ it should be introduced in a form of resolution in either house of parliament signed by not less than 1/4 of the total. അതായത് ലോകസഭയിലോ രാജ്യസഭയിലോ ഇത് പ്രസന്റ് ചെയ്യാം. പക്ഷെ അതിൽ എത്ര ആൾ സൈൻ ചെയ്യണം? അതിലെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/4 1/4 ആളുകൾ സൈൻ ചെയ്താൽ മാത്രമേ ഇത് പ്രസന്റ് ചെയ്യാൻ കഴിയൂ. വെറുതെ ഒരാൾക്ക് പ്രസിഡന്റിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ഇംപീച്ച്മെന്റ് കൊടുക്കാൻ കഴിയില്ല. ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/4 4/1 ആളുകൾ സൈൻ ചെയ്തുകൊണ്ട് മാത്രമേ ഇത് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയൂ. അവിടെയും 14 ദിവസത്തെ നോട്ടീസ് പ്രസിഡന്റിന് കൊടുത്തിരിക്കണം. 14 ദിവസം മുമ്പേ പ്രസിഡന്റിന് നോട്ടീസ് കൊടുത്തിരിക്കണം എന്നൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. ഇനി ഇത് 1/4 ആളുകൾ സൈൻ ചെയ്തുകൊണ്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അത് ലോകസഭയിലാണ് പ്രസന്റ് ചെയ്തതെങ്കിൽ ലോകസഭയിൽ മൊത്തം മെമ്പേഴ്സിന്റെ 2/3 സ്പെഷ്യൽ മെജോറിറ്റി എന്ന് അതിനെ പറയാം. മൊത്തം മെമ്പേഴ്സിന്റെ 2/3 ആളുകൾ സപ്പോർട്ട് ചെയ്താൽ 2/3 ആളുകൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് ബോഡിക്ക്, ആ സഭക്ക് പാസ്സാക്കാൻ കഴിയൂ. അപ്പൊ ലോകസഭയിൽ അവതരിപ്പിച്ച ലോകസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ 2/3 അംഗീകരിക്കുന്നതോടുകൂടി അത് പാസ്സാവുന്നു. അടുത്ത സഭയിലേക്ക്, ലോകസഭയാണ് രാജ്യസഭയിലേക്ക്, രാജ്യസഭയെന്നാണെങ്കിൽ ലോകസഭയിലേക്ക് പോകുന്നു. അതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹൗസ് ആയിട്ടാണ്, ഇൻവെസ്റ്റിഗേഷൻ ഹൗസ് ആയിട്ടാണ് രണ്ടാമത്തെ കൂടി, അത് രണ്ടാമത് എത്തുന്നത് ഏതോ ലോകസഭയായാലും രാജ്യസഭയായാലും അതൊരു ഇൻവെസ്റ്റിഗേഷൻ ഹൗസ് ആയി ആക്ട് ചെയ്യുന്നു. അവിടെയും 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കണം. 2/3 അതായത് ടോട്ടൽ മെമ്പേഴ്സിന്റെ 2/3 ആളുകൾ
പിന്നെ അംഗീകരിച്ചാൽ മാത്രമേ അവിടെയും അത് പാസ്സാക്കുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളിലൂടെ പോകുമ്പോഴാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പൂർത്തിയാവുന്നതും പ്രസിഡന്റിനെ പുറത്താക്കാൻ കഴിയുന്നതും. ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രസിഡന്റിനെയും അങ്ങനെ ഇംപീച്ച് ചെയ്തിട്ടില്ല. പക്ഷെ അതിനൊരു പ്രൊവിഷൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങളാണ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.